ഹലോ, ഫൈൻ ട്യൂൺ യുവർ ഇംഗ്ലീഷിൻ്റെ ഒക്ടോബർ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണിത്. പാർട്ട് എയും പാർട്ട് ബിയുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബോയ് സ്റ്റുഡ് ഓൺ ദ ബേണിംഗ് ഡെക്ക്. ഐഡൻറ്റിഫൈ ദ സബ്ജക്റ്റ്. ബി ക്വസ്റ്റ്യൻ, ഏർലി ബേർഡ് ക്യാച്ചസ് ദ worm. ഐഡൻറ്റിഫൈ ദ predicate. ദ ബോയ് സ്റ്റുഡ് ഓൺ ദ ബേണിംഗ് ഡെക്ക്. ആരാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്? ദ ബോയ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഓക്കെ, ഇനി സെക്കൻഡ് സെൻറ്റൻസിൽ ഏർലി ബേർഡ് ക്യാച്ചസ് ദ worm. സോ ഇവിടെ ഏർലി ബേർഡ് ആണ് സബ്ജക്റ്റ് അല്ലേ? ക്യാച്ച് എന്നുള്ളതാണ് അവിടുത്തെ വെർബ്. ആരാണ് ക്യാച്ച് ചെയ്യുന്നത്? ഏർലി ബേർഡ്. സോ സബ്ജക്റ്റ് ഏർലി ബേർഡ് ആണ്. സോ പ്രെഡിക്കേറ്റ് എന്താണ്? വെർബും ഒബ്ജക്റ്റും കൂടി വരുന്ന ഭാഗമാണ് നമ്മൾ പ്രെഡിക്കേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ പ്രെഡിക്കേറ്റ് എന്താണ് സെക്കൻഡ് സെൻറ്റൻസിൽ? ക്യാച്ചസ് ദ worm ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ബോയ് മൂവ്ഡ് സ്വിഫ്റ്റ്ലി. യു ക്യാൻ ബൈ ഇറ്റ് എവ്രിവെയർ. അണ്ടർലൈൻ ദ adverb in each of the sentence. സോ അതിൽ എ സെൻറ്റൻസ്. സോ ദ ബോയ് മൂവ്ഡ്, നമുക്കറിയാം adverb എന്ന് പറഞ്ഞാൽ എന്താ? വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ്. സോ ദ ബോയ് മൂവ്ഡ്. സോ അവിടെ മൂവ് ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ വെർബ്. എങ്ങനെ മൂവ് ചെയ്തു എന്നാണ് പറയുന്നത്? സ്വിഫ്റ്റ്ലി. സോ അവിടുത്തെ adverb എന്താണ്? സ്വിഫ്റ്റ്ലി എന്നുള്ളതാണ്. സെക്കൻഡ് സെൻറ്റൻസ്, യു ക്യാൻ ബൈ ഇറ്റ് എവ്രിവെയർ. സോ adverb എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രവൃത്തി എവിടെ, എപ്പോൾ, എങ്ങനെ നടക്കുന്നു, ഏത് സമയത്ത് നടക്കുന്നു, എന്തിനു വേണ്ടി നടക്കുന്നു, ഇതൊക്കെ adverb പറയും അല്ലേ? അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യും. സോ യു ക്യാൻ ബൈ ഇറ്റ്. സോ ബൈ എന്നുള്ളതാണ് അവിടുത്തെ വെർബ്. എവിടെ? എവ്രിവെയർ. സോ ഒരു adverb ആണ് എവ്രിവെയർ എന്നുള്ളത് അല്ലേ? സോ adverb ഇവിടെ ഏതാണ്? സെക്കൻഡ് സെൻറ്റൻസിൽ എവ്രിവെയർ എന്നുള്ളതാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എ. Our neighbor, besides three others, dash standing in the queue. B question, the man along with his three dogs dash taking a stroll in the park. നമ്മുടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻ്റാണിത്. ബിസൈഡ്സ്, പിന്നെന്താണ് എലോങ് വിത്ത്, ഇതെല്ലാം വരുമ്പോൾ അതിന് മുന്നേ കിടക്കുന്ന സബ്ജക്റ്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വെർബ് നിശ്ചയിക്കാൻ. അല്ലെങ്കിൽ ഇതൊക്കെ വരുന്ന കേസുകളിൽ സിംഗുലർ ആയിട്ടുള്ള വെർബുകളാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? അവർ നെയ്ബർ ബിസൈഡ്സ് ത്രീ അതേഴ്സ് ഈസ് സ്റ്റാൻഡിങ്. എന്തുകൊണ്ടാണ് ഈ സ്റ്റാൻഡിങ് വന്നത്? ബിസൈഡ്സിന് മുമ്പ് കിടക്കുന്നത് ഏതാണ്? ബിസൈഡ്സിന് മുമ്പ് കിടക്കുന്നത് അവർ നെയ്ബർ എന്നുള്ളതാണ്. ഓക്കെ, സോ അവർ നെയ്ബർ എന്ന ഒരു അത് സിംഗുലർ ആണ് അല്ലേ? സോ ഈസ് അല്ലേ എവിടെ വരത്തുള്ളൂ? പ്രസൻറ്റ് ടെൻസ് ആണ്. സോ ഈസ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ബി സെൻറ്റൻസിൽ ദ മാൻ എലോങ് വിത്ത് ഹിസ് ത്രീ ഡോഗ്സ്. എലോങ് വിത്ത് ഒക്കെ വരുമ്പോൾ അതിൻ്റെ മുന്നേ കിടക്കുന്ന സബ്ജക്റ്റ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ യൂഷ്വലി എലോങ് വിത്ത് ബിസൈഡ്സ് ഒക്കെ വരുന്ന കേസിൽ സിംഗുലർ ആയിട്ടാണ് നമ്മൾ വെർബ് യൂസ് ചെയ്യേണ്ടത്. സോ ദ മാൻ എലോങ് വിത്ത് ഹിസ് ത്രീ ഡോഗ്സ് ഈസ് ടേക്കിംഗ് എ സ്ട്രോൾ ഇൻ ദ പാർക്ക്. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ഐ ഡാഷ് 20 നെക്സ്റ്റ് സാറ്റർഡേ. ബി ഇറ്റ് ഡാഷ് ക്രിസ്മസ് ഇൻ എ വീക്ക് ഫ്രം നൗ. Fill in the blanks in both the sentences using the simple future tense form of be. ഓക്കെ, സോ ഫ്യൂച്ചർ ടെൻസ് ഫോം വെച്ചിട്ട് ബി ഫോം ഓക്കെ വെച്ച് ഫില്ല് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഐ വിൽ ബി 20 നെക്സ്റ്റ് സാറ്റർഡേ. ബി ഇറ്റ് വിൽ ബി ക്രിസ്മസ് ഇൻ എ വീക്ക് ഫ്രം നൗ. ഓക്കെ, സോ വിൽ ബി ആണ് അവിടെ രണ്ടിടത്തും ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഫിഫ്ത്ത്, ജോൺ റിമെയിൻഡ് ഇനാക്റ്റീവ്. ബി ക്വസ്റ്റ്യൻ, what Mary said is true. Identify the kind of adjective. ഇവിടെ ജോൺ റിമെയിൻഡ് ഇനാക്റ്റീവ് എന്നുള്ളതാണ് ഇവിടുത്തെ adjective.
ഇനി വാട്ട് മേരി സെഡ് ഇസ് ട്രൂ. സോ ഇനാക്റ്റീവും ട്രൂവുമാണ് ഇവിടെ അഡ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത് രണ്ടും ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ്. പല ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ്സ് ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇതിന് രണ്ടിനെയും നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയാം. ദാറ്റ് മീൻസ് ഇത് ഒരു ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ആ നൗണിൻ്റെ അല്ലെങ്കിൽ പ്രനൗണിൻ്റെ ഗുണത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റിയെ കാണിക്കുന്ന അഡ്ജക്റ്റീവുകളാണ്. ജോണിൻ്റെ ക്വാളിറ്റി ഇവിടെ കാണിക്കുക എന്താണ്, അല്ലെങ്കിൽ ജോണിൻ്റെ ഒരു എന്താ പറയുക, ഒരു അല്ലെങ്കിൽ ജോൺ എങ്ങനെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ, ഇനാക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഡിസ്ക്രൈബിങ് ഓർ ഇറ്റ് ഈസ് ആട്രിബ്യൂട്ടീവ്. ആട്രിബ്യൂട്ട് ചെയ്യണം, അവൻ ഇനാക്റ്റീവ് ആണ് എന്ന് പറയുകയാണ്. സോ അപ്പോൾ അങ്ങനത്തെ അഡ്ജക്റ്റീവ്സിനെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയാം. സെക്കൻഡ് സെൻറ്റൻസിലും അതെ, വാട്ട് മേരി സെഡ് ഇസ് ട്രൂ. സോ മേരി പറഞ്ഞത് എന്താണ്, ശരിയാണ്. ഓക്കെ, സോ അവിടെ ആട്രിബ്യൂട്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ എന്താണ്, അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുവാണ്. മേരി പറഞ്ഞത് എങ്ങനെയാണ്, വാസ്തവമാണ് അല്ലെങ്കിൽ സത്യമാണ് എന്ന്. സോ ഈ രണ്ട് സെൻറ്റൻസസിലും നമുക്ക് എന്താണ്, ഇനാക്റ്റീവും ട്രൂവും ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് കൺസിഡർ ചെയ്യാം. ഈ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ആൻസർ കീ ഫൈനൽ അല്ല. കാരണം നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ആൻസേഴ്സ് അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ അറിയത്തില്ല. സോ ഞാൻ ഈ പറയുന്ന ആൻസേഴ്സിൽ ചേഞ്ചസ് ഉണ്ടാകാം. ഓക്കെ, എസ്പെഷ്യലി ഇതുപോലത്തെ കേസസിൽ എൻ്റെ ഒരു റിസർച്ചിൽ നിന്നുള്ള ഒരു ആൻസറിങ് ആണ് ഇത്. ചിലപ്പോൾ ഇത് തന്നെയാണ് കറക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല. സംടൈംസ് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഓക്കെ, നമുക്ക് ഫൈനൽ ഒരു ആൻസർ പറയണമെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ആൻസർ കീ നമുക്ക് കിട്ടണം. ഓക്കെ, നൗ സിക്സ്ത് ക്വസ്റ്റ്യൻ. Copper is dash useful metal. B. He is not dash honorable man. Fill in the blanks with suitable articles. നമുക്കറിയാം ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, എ ആൻഡ് ദ ആണ്. സോ ഇവിടെ എങ്ങനെയാണ്, കോപ്പർ ഇസ് എ യൂസ്ഫുൾ മെറ്റൽ എന്നുള്ളതാണ്. ഓക്കെ, കാരണം നമ്മൾ നോക്കി എ ഇ ഐ ഒ യു വവൽസ് ആണ്, ആൻഡ് വവൽസിന് മുന്നേ ആൻ ആണ് യൂസ് ചെയ്യേണ്ടത്, നമുക്കറിയാം. ബട്ട് യൂസ്ഫുൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉച്ചാരണം നോക്കി, യ സൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എഴുതിക്കൊണ്ടെങ്കിൽ ആ യാ എന്നുള്ളതാണ്. പക്ഷെ ആ യ എന്നുള്ളത് എന്താ, ഈ വവ്വലിൽ പെടുവോ? വവ്വലിൽ പെടുത്തില്ല കേട്ടോ. യാ എന്ന സൗണ്ട്, യ സൗണ്ട്. സോ അതുകൊണ്ട് തന്നെ കോപ്പർ ഈസ് ആൻ യൂസ്ഫുൾ മെറ്റൽ എന്നാണോ പറയണ്ടേ? അല്ല. സോ യൂസ്ഫുൾ, യൂണിവേഴ്സിറ്റി, അതൊക്കെ എന്താണ്, നമ്മൾക്ക് അതിൻ്റെയൊക്കെ കൂടെ എ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ യു കാണുമ്പോൾ, ഫസ്റ്റ് സ്റ്റാർട്ടിങ് യു കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആൻ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ ആൻ അല്ല, അവിടെ കറക്റ്റ് ഏതാണ്, എ ആണ് കേട്ടോ. ഇനി ഹീ ഈസ് നോട്ട് എ ഡാഷ് ഓണറബിൾ മാൻ. സോറി, he is not dash honorable man. Okay, he is not dash honorable man. അവിടെ നോക്കിയേ, എച്ച് കാണുമ്പോൾ നമ്മൾ ഇതൊരു കോൺസണൻ്റ് ആണല്ലോ, അപ്പോൾ ഇതിൻ്റെ മുന്നേ എ ആണല്ലോ ഉപയോഗിക്കണ്ടേ എന്ന് വിചാരിക്കും. പക്ഷേ ഓണർ, ഓണസ്റ്റി, ഓണറബിൾ ഇങ്ങനെയുള്ള വാക്കുകളുടെ എല്ലാം ആ എച്ച് നമ്മൾ പ്രനൗൺസ് ചെയ്യുന്നില്ല. ഹോണർ എന്നാണോ നമ്മൾ പറയുന്നത്? അല്ല. ഹോണസ്റ്റി എന്നാണോ പറയണ്ടേ? അല്ല. ഓണറബിൾ, ഓണസ്റ്റി, ഓണർ, ഓ സൗണ്ടാണ് അവിടെ ഉച്ചാരണത്തിൽ വരുന്നത് അല്ലേ. സോ അപ്പോൾ ആൻ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ സെവൻത് ക്വസ്റ്റ്യൻ. എവ്രി മാൻ നാച്ചുറലി വിഷസ് ഡാഷ് ഡിസ്റ്റിങ്ഷൻ. ബി ക്വസ്റ്റ്യൻ. The holy tree is associated dash scenes of goodwill and rejoicing.
സോ ഇവിടെ ആൻസേഴ്സ് വരുന്നത് എവറി മാൻ നാച്ചുറലി വിഷസ് ഫോർ ഡിസ്റ്റിങ്ഷൻ ആണ്. ദെൻ ദ ഹോളി ട്രീ ഈസ് അസോസിയേറ്റഡ് വിത്ത് scenes of goodwill and rejoicing. Okay. Eighth question. Bring out the meaning of the given idioms by using them in sentences of your own. An apple of discord, sour grapes. ഇത് നമ്മൾ ഒരു പ്രൈവറ്റ് MG യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രൈവറ്റ് എക്സാമിനേഷൻ്റെ പേപ്പർ ഫൈൻ ട്യൂണിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഫെബ്രുവരി 2021. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണിത്. സോ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോയെങ്കിൽ 2021 എക്സാം എഴുതാൻ പോയവർ എന്നിട്ടാണ് പോയിരുന്നെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. വേറൊരു ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഉണ്ട്. ഓക്കെ. സോ ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറഞ്ഞാൽ വഴക്കിന് ഒരു കാരണം എന്നുള്ളതാണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ 2 കുട്ടികളുള്ള വീട്ടിലേക്ക് ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു ടോയ് മാത്രമായിട്ട് ചെന്നാൽ ഇറ്റ് ക്യാൻ ബി ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്. ശരിയല്ലേ? സോ ഇവിടെ ഒരു എക്സാമ്പിൾ, ദ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി ബിക്കെയിം ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എമംഗ് ദ 3 ബ്രദേഴ്സ്. ഓക്കെ, വഴക്കിന് കാരണം എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി സോർ ഗ്രേപ്സ് എന്താണ്? കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് നമ്മൾ പറയും അല്ലേ? സോ അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് സോർ ഗ്രേപ്സ്. സോ വെൻ സമ്മൺ സേസ് ദാറ്റ് സംതിങ് ഈസ് അൺഇമ്പോർട്ടൻറ്റ് ആസ് ദേ കുഡിൻ ഗെറ്റ് ഇറ്റ്, നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്കത് കിട്ടിയില്ല അതുകൊണ്ട്. ഓക്കെ. സോ Meena said that the competition was a waste as it was a sour grape. മീന ആ കോമ്പറ്റീഷൻ ഒരു വേസ്റ്റ് ആണെന്ന് പറയാൻ കാരണം എന്താ? അവൾക്കത് കിട്ടിയില്ല, കിട്ടാത്ത മുന്തിരി പുളിക്കും. ഓക്കെ. സോ ദെൻ 9th ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായ സെൻറ്റൻസസ് 8th ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ, പക്ഷേ ഈ ഒരു അർത്ഥത്തിൽ വരുന്ന എഴുതിയാൽ മതി. എക്സ്പ്ലെയിൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. പാസ് ഔട്ട്, സ്റ്റാൻഡ് ഔട്ട്. സോ ഇതിന് പല അർത്ഥങ്ങളുണ്ട്, പക്ഷെ ഞാനിവിടെ ഇപ്പോൾ ചൂസ് ചെയ്തത് പാസ് ഔട്ട്, ടു ലൂസ് കോൺഷ്യസ്നെസ് എന്നുള്ളതാണ് കേട്ടോ. സോ തലകറങ്ങി വീഴുക, അപ്പോൾ അതിന് നമ്മൾ പാസ് ഔട്ട് എന്ന് പറയും. ഓക്കെ. ദ ബോയ് ഈസ് ലൈങ് ഓൺ ദ ഫ്ലോർ, ഐ തിങ്ക് ഹി പാസ്ഡ് ഔട്ട്. ഇനി സ്റ്റാൻഡ് ഔട്ടിനോ? ടു അട്രാക്റ്റ് അറ്റൻഷൻ. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ എല്ലാവരും ഭയങ്കര ലൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പോൾ നമ്മൾ മാത്രം നല്ല ബ്രൈറ്റ് കളർ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ യു ആർ സ്റ്റാൻഡിങ് ഔട്ട്, ഓർ യു സ്റ്റാൻഡ് ഔട്ട് എമംഗ് അതേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. കാരണം എന്താ? നീ എടുത്ത് നിൽക്കുന്നു എന്ന് പറയും അല്ലേ? സോ ദാറ്റ് മീൻസ് നമ്മളെ ഒരു പോയിന്റ് ഓഫ് അട്രാക്ഷൻ ആവുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. ഓക്കെ, അതിന് സ്റ്റാൻഡ് ഔട്ട് എന്ന് പറയും. ദ ഓൾഡ് ഓറഞ്ച് കാർ സ്റ്റാൻഡ്സ് ഔട്ട് ഫ്രം ദ റെസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ സെൻറ്റൻസസ് ഇതിലെഴുതാം. ചൂസ് ദ അപ്രോപ്രിയേറ്റ് നൗൺ സഫിക്സ് ഫോർ ദ ഗിവൺ വേർഡ്സ്. വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ആൻഡ്, ഓർ, ഏജ്, ഇത്രയും സഫിക്സ് എന്താ? വാക്കുകളുടെ അവസാനം കൂട്ടിച്ചേർക്കപ്പെടുന്നതിനാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ആ വാക്കുകൾ ആ സഫിക്സുകൾ മീനിങ് ഫുൾ ആയിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എഡിറ്റിൻ്റെ കൂടെ എഡിറ്റർ എന്നാക്കാം, അക്കൗണ്ടിൻ്റെ കൂടെ ANT ചേർത്തിട്ട് അക്കൗണ്ടൻ്റ് ആക്കാം, പേയിൻ്റെ കൂടെ EE ചേർത്ത് പേയി, ഡ്രെയിനിൻ്റെ കൂടെ ഏജ് ചേർത്ത് ഡ്രെയിനേജ്. ഓക്കെ. ദെൻ give a couple of polite expressions to conclude a telephone conversation. ഓക്കെ, ഒരു ടെലിഫോൺ കോൺവെർസേഷൻ എൻഡ് ചെയ്യാനായിട്ട് കുറച്ച് പൊളൈറ്റ് എക്സ്പ്രഷൻസ് എങ്ങനെ പറയാം? മൈ അപ്പോളജീസ് ഫോർ എനി ഇൻകൺവീനിയൻസ്, താങ്ക് യു ഫോർ യുവർ കോൾ. വിളിച്ച് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ക്ഷമിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ? ഇനി താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം, പ്ലീസ് കോൾ ബാക്ക് ഇൻ കേസ് ഓഫ് എനി ട്രബിൾ. ഇതൊക്കെ പൊളൈറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സെൻറ്റൻസസ് കൊടുക്കാം. ഇനി നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ, ഫ്രെയിം 2 WH ക്വസ്റ്റ്യൻസ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? എന്തെങ്കിലും 2 WH ക്വസ്റ്റ്യൻസ് കൊടുത്താൽ മതി. വാട്ട് ഈസ് യുവർ നെയിം, വെൻ ഈസ് യുവർ ബർത്ത്ഡേ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ. പാർട്ട് B, റീപ്ലേസ് ദ അഡ്വേർബ്സ് ബൈ അഡ്വേർബ് ക്ലോസസ്. ഈ ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞത്. ഇതും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 2021 ഫെബ്രുവരിയിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ.
അത് സെയിം റിപ്പീറ്റ് അതേപടി റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഇത് ഞാൻ അന്ന് ഡിസ്കസ് ചെയ്തതാണ്. സോ ദേ റെസ്റ്റഡ് അറ്റ് സൺസെറ്റ് എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് ദ ബീച്ച്. He speaks powerfully without being aware of response of the audience. Sit somewhere so that you will not be tired. The door was suspiciously opened that she felt someone was inside. He worked persistently though he was not sure of the success. എൻ്റേതായ സെൻറ്റൻസസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്ലോസുകൾ വെച്ചുള്ള സെൻറ്റൻസസ് കൊടുക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻ, റീറൈറ്റ് ദ ഫോളോയിങ് ഇൻ പാസീവ് വോയിസ്. പാസീവ് വോയിസ് കുറച്ച് ഒന്ന് ചിന്തിച്ച് എഴുതേണ്ട രീതിയിലായിരുന്നു ഇത്തവണ വന്നത്. ഹി വിൽ ഫിനിഷ് ദ വർക്ക് ഇൻ എ ഫോർട്ട്നൈറ്റ്. സോ ഇത് ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ ഹിം ഇൻ എ ഫോർട്ട്നൈറ്റ് അങ്ങനെ എഴുതാം. ദേ എലക്റ്റഡ് ഹിം പ്രസിഡൻറ്റ്. ഓക്കെ. ഹി വാസ് ഇലക്റ്റഡ് പ്രസിഡൻറ്റ് ബൈ ദം. ഓക്കെ. We compelled the enemy to surrender. Okay. The enemy was compelled by us to surrender. The young man spoiled the game. The game was spoiled by the young man. അത് പിന്നെയും കുറച്ചും കൂടി ഡയറക്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. ദെൻ യു വോണ്ട് ഗെയിൻ എനിത്തിങ് ബൈ ഫ്രെറ്റിംഗ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നായിരിക്കും. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഇങ്ങനെ യു വോണ്ട് ഗെയിൻ എനിത്തിങ് അത്രയാണ് ഇതിനകത്ത് സെൻറ്റൻസ് ആയിട്ട് വരുന്നത്. ബൈ ഫ്രെറ്റിംഗ് എന്നുള്ളത് കാണുമ്പം ഈ ബൈ കാണുമ്പോഴത്തേക്കും നിങ്ങളിത് പാസീവ് വോയിസ് ആണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും അല്ലേ. പക്ഷെ ആക്ച്വലി എന്താണ്, ഇത് ആക്റ്റീവ് വോയിസിൽ തന്നെയുള്ളൊരു സെൻറ്റൻസ് ആണ്. ബൈ ഫ്രെറ്റിംഗ് എന്നുള്ളത് ഇവിടെ ഒരു അഡീഷണൽ ഡീറ്റെയിൽ ആയിട്ട് വന്നേക്കുന്നതാണ്. യു വോണ്ട് ഗെയിൻ എനിത്തിങ് എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സെൻറ്റൻസ് ആയിട്ട് നിൽക്കുന്നത്. സോ യു എന്നുള്ളത് സബ്ജക്റ്റും എനിത്തിങ് എന്നുള്ളത് ഒബ്ജക്റ്റും. ഓക്കെ. ആൻഡ് ഈ എനിത്തിങ് എന്നുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ പാസീവ് വോയിസ് ആക്കുമ്പം ആദ്യത്തേക്ക് കൊണ്ടുവരണം അല്ലേ. സോ എനിത്തിങ് എന്ന ഒബ്ജക്റ്റ് പാസീവ് വോയിസ് ആക്കുമ്പോൾ എന്താ വേണ്ടതെന്നോ, എനിത്തിങ് നത്തിങ് ആയി മാറണം. ഓക്കെ. സോ നത്തിങ്. ഇനി വോണ്ട് ഗെയിൻ, അപ്പോൾ നമ്മൾ ഓൾറെഡി നത്തിങ് എന്ന് പറഞ്ഞപ്പോൾ അത് നെഗറ്റീവായി. അപ്പോൾ പിന്നെയും പോയിട്ട് വോണ്ട് എന്ന് ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ നത്തിങ് വിൽ ബി ഗെയിൻഡ് ബൈ ഫ്രെറ്റിംഗ് എന്നുള്ളതാണ് കേട്ടോ ഇവിടുത്തെ പാസീവ് വോയിസ്. ഓക്കെ. ഇനി 16th ക്വസ്റ്റ്യൻ എനിക്ക് കുറച്ച് ഡൗട്ടുണ്ട്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇവിടെ ഡിസ്കസ് ചെയ്യാത്തത്. നമുക്ക് 17th ക്വസ്റ്റ്യൻ, അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 17th ക്വസ്റ്റ്യൻ കുറച്ച് വാക്കുകൾ തന്നു, അത് അഡ്വേർബുകളാക്കാൻ, അഡ്ജക്റ്റീവ്സ് തന്നിട്ട് അത് അഡ്വേർബാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. LY അതിലേക്ക് ആഡ് ചെയ്താൽ അത് അഡ്വേർബാകും. ക്ലെവർ ക്ലെവർലി, വൈസ് വൈസ്ലി, കൈൻഡ് കൈൻഡ്ലി, സിംഗിൾ സിംഗ്ലി. ഓക്കെ. ഹാപ്പി ഹാപ്പിലി, ഹെവി ഹെവിലി, ക്വിക്ക് ക്വിക്ക്ലി, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളി, ലൗഡ് ലൗഡ്ലി, പേഷ്യൻറ്റ് പേഷ്യൻ്റ്ലി. ഓക്കെ. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 18th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്? ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും വസ്തുവിൻ്റെ പൊസിഷനോ പ്ലേസോ ഒക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിലൊക്കെ പോയിൻ്റ് ചെയ്തുകൊണ്ട് കാണിക്കുന്ന പ്രൊനൗണുകൾ, അതിനെയാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഇതിന് സ്പേസ് അല്ലെങ്കിൽ സമയം ഇപ്പോൾ ഒക്കെ പറയാനായിട്ട് നമ്മൾ ഈ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യാറുണ്ട്. സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഇവയെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദിസ്, ദീസ്, ദാറ്റ്, ദോസ്. ദിസ് യൂഷ്വലി നമ്മൾ അടുത്തുള്ള ഒരു വസ്തുവിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് എന്ന് നമ്മൾ പറയില്ലേ. സോ ദിസ് ഏകവചനം വരുമ്പോഴാണ് ദിസ് ഉപയോഗിക്കുന്നത്, സിംഗുലർ. ദീസ് അടുത്തുള്ള ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദീസ് ബഹുവചനം പറയുമ്പോൾ ദീസ് ഉപയോഗിക്കും. ഇനി ദാറ്റ് ദൂരെയുള്ള ഏകവചനമായിട്ടുള്ള ഒരു സാധനത്തിനെ, വസ്തുവിനെയോ അല്ലെങ്കിൽ സമയത്തെയോ ഒക്കെ ഉദ്ദേശിച്ചു. ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ. ഉദ്ദേശിച്ച് പറയുമ്പോൾ നമ്മൾ ദാറ്റ് എന്ന് പറയും. ഇനി ദൂരെയുള്ള ബഹുവചനമായിട്ടുള്ള
പ്ലൂറലായിട്ടുള്ള വസ്തുക്കളെക്കുറിച്ചോ സമയത്തെക്കുറിച്ചോ ഒക്കെ പറയുമ്പോൾ ദോസ് എന്ന് പറയും. ദിസ് ഡേ, ദീസ് ഡേയ്സ്, പ്രസൻറ്റ് ടെൻസിലാണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത്. ദാറ്റ് ഡേ, ദോസ് ഡേയ്സ്, പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു. സോ അപ്പോൾ ഇങ്ങനെയൊക്കെ സമയവും സ്ഥലവും ഒക്കെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രനൗണുകൾ, അവയെയാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രനൗൺസ് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ സെൻറ്റൻസസ് ആയിട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ. കാരണം കൂടുതൽ മാർക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഞാനതവിടെ ആഡ് ചെയ്തില്ല, ബട്ട് നിങ്ങൾ അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. 19th question. Give 5 popularly used expressions with animal words. ആനിമൽ വേർഡ്സ് വെച്ചിട്ട് എന്താണ് എക്സ്പ്രഷൻസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാറ്റ് നാപ്പ്, പൂച്ചയുറക്കം എന്ന് പറയത്തില്ലേ, ഷോർട്ട് ഉറക്കം അല്ലേ, ചെറിയ ഉറക്കം, അതിനാണ് ക്യാറ്റ് നാപ്പ്. ഫിഷി എന്ന് പറഞ്ഞാൽ എന്താ, ഡൗട്ട്ഫുൾ, സസ്പീഷ്യസ് ആയിട്ട് എന്തോ, ഐ സ്മെൽ സംതിങ് ഫിഷി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ദാറ്റ് മീൻസ് എന്താ, ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നുന്നു. ഗെറ്റ് ദ ലയൺസ് ഷെയർ, സിംഹഭാഗം, സിംഹാംശം കേട്ടിട്ടില്ലേ, ദാറ്റ് മീൻസ് എന്തിൻ്റെയെങ്കിലും കൂടുതലും എമൗണ്ട് കിട്ടുന്നതിന് നമ്മൾ ലയൺസ് ഷെയർ എന്ന് പറയും. കിൽ 2 birds with 1 stone, എന്താണ്, ഒരു വെടിക്ക് 2 പക്ഷി, ഒരു അറ്റംപ്റ്റിൽ 2 കാര്യം കിട്ടുന്നതിന് നമ്മൾ എന്താണ്, കിൽ 2 birds with 1 stone എന്ന് പറയും. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, ദാറ്റ് മീൻസ് എന്തെങ്കിലും ഒരു സീക്രട്ട് റിവീൽ ചെയ്യുന്നതിന്, ഒരു അല്ലെങ്കിൽ ഒരു സീക്രട്ട്, ഒരു സ്വകാര്യം, അത് റിവീൽ ചെയ്യുന്നതിന് നമ്മൾ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയും. ഓക്കെ, സോ ഇതാണ് കുറച്ച് എക്സ്പ്രഷൻസ്. ഇത് വെച്ച് നിങ്ങൾ സെൻറ്റൻസസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്, കാരണം കൂടുതൽ മാർക്കിന് വരുന്നതാണ്. സോ ഓക്കെ, 20th question. ഓക്കെ, നെഗറ്റീവ് ആക്കാനാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ അവിടെ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. നെഗറ്റീവ് ആക്കാനായിട്ടാണ് ക്വസ്റ്റ്യൻ. ദേ ഹാവ് അറൈവ്ഡ് ഓൾറെഡി. ഞാനിതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പറഞ്ഞതാണ്. ഇതിനകത്തും നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എങ്ങനെ, ഹാവിൻ്റെ കൂടെ നോട്ട് ചെയ്താൽ മതി, നോട്ട് ആഡ് ചെയ്താൽ മതി നെഗറ്റീവ് ആക്കാൻ. ദേ ഹാവിൻറ്റ് അറൈവ്ഡ് യെറ്റ്. ഓൾറെഡി എന്നുള്ളത് പോസിറ്റീവാണ്, അതിൻ്റെ നെഗറ്റീവ് എന്താണ്, യെറ്റ് എന്നുള്ളതാണ് കേട്ടോ. ദേ ഹാവിൻറ്റ് അറൈവ്ഡ് ഓൾറെഡി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ? അല്ല, ദേ ഹാവിൻറ്റ് അറൈവ്ഡ് യെറ്റ് എന്ന് പറയണം. ജോൺ നോസ് ഇംഗ്ലീഷ്, അതിനെ എങ്ങനെ നെഗറ്റീവ് ആക്കും? ഇവിടെ സഹായക്രിയയായിട്ടൊന്നും വരുന്നില്ല, ജോൺ നോസ് ഇംഗ്ലീഷ് എന്നാ. അപ്പോൾ സഹായക്രിയ ഇല്ലാത്തപ്പോൾ ഡു, ഡസ്, ഡിഡിൻ്റെ ഹെൽപ്പ് തേടുക. പ്രസൻറ്റ് ടെൻസ് ആണ്, ജോൺ ഏകവചനമാണ്, സോ ഡസ് ആണ് അവിടെ ആപ്റ്റായിട്ട് വരുന്നത്. ജോൺ ഡസ് നോട്ട് നോ ഇംഗ്ലീഷ്. ദെൻ ഹി ഈസ് സ്റ്റിൽ ദെയർ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിൻ്റാണ്. ഹി ഈസ് സ്റ്റിൽ ദെയർ, സ്റ്റില്ലിൻ്റെ നെഗറ്റീവാണ് നോ ലോങ്ങർ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഹി ഈസ് നോട്ട് സ്റ്റിൽ ദെയർ എന്ന് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ അത് തെറ്റാണ്. എങ്ങനെയാണ് വേണ്ടത്? സ്റ്റിൽ എപ്പോഴും പോസിറ്റീവ് അർത്ഥത്തിലാണ് പറയുന്നത്, നെഗറ്റീവ് ആക്കുമ്പം നോ ലോങ്ങർ. അപ്പോൾ പിന്നെ ഈസിൻ്റെ കൂടെ പിന്നെയും ഒന്നോടെയും നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹി ഈസ് നോ ലോങ്ങർ ദെയർ എന്ന് എഴുതിയാൽ മതി. ദെൻ ഹി ഡസ് ഹിസ് വർക്ക് കെയർഫുള്ളി, എങ്ങനെ എഴുതും? ഹി ഡസ് നോട്ട് ഡു ഹിസ് വർക്ക് കെയർഫുള്ളി. ഓക്കെ, കെയർഫുള്ളി ഞാൻ എഴുതിയില്ല, കെയർഫുള്ളി. ഓക്കെ, ദ ഇൻഫർമേഷൻ ഈസ് റിലയബിൾ, ഈസിൻ്റെ കൂടെ നോട്ട് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. സോ ദ ഇൻഫർമേഷൻ ഈസ് നോട്ട് റിലയബിൾ. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫ്രെയിം 5 റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ്. റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മറുപടി പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളല്ല, മറിച്ച് ഒരു ഡ്രമാറ്റിക് ഇഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചോദ്യങ്ങൾ. ഉത്തരത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, മറുപടിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷെ ഒരു ഡ്രമാറ്റിക് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ എക്സാമ്പിൾ, ക്യാൻ ഫിഷ് സ്വിം? ഓക്കെ, നമുക്കറിയാം എന്താ പറയുക, മീൻ സ്വിം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ക്യാൻ ഫിഷ് സ്വിം എന്ന് പറയുമ്പോൾ അതെന്താണ്,
അവിടെ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല, പക്ഷെ ഒരു ഡ്രമാറ്റിക് എഫക്റ്റ് നീ ഇതൊക്കെ ചെയ്യുമോ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഡു ഡോഗ്സ് ബാർക്ക്? ക്യാൻ ബേർഡ്സ് ഫ്ലൈ? ഡിഡ് യു ഹിയർ മീ? ടീച്ചേഴ്സൊക്കെ ചോദിക്കും അല്ലേ, ഡിഡ് യു ഹിയർ മീ? അതൊക്കെ ഒരു ഡ്രമാറ്റിക് ഇഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലേ. വേർഡ്സ് ഇൻ എ നെയിം, ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അതിനെയൊക്കെ നമുക്ക് റെട്ടറിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം, റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മളുടെ എ പാർട്ടിലെയും ബി പാർട്ടിലെയും ക്വസ്റ്റ്യൻസ്. സി പാർട്ട് കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമായിരുന്നു. എന്താണ് റെസ്യൂം, എന്താണ് ജോബ് ആപ്ലിക്കേഷനും എന്താണ് പിന്നെ മറ്റ് വന്ന ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിവേയ്സ്, ഞാൻ പിന്നെയും പറയുവാണ്, ഇതൊരു ഫൈനലൈസ്ഡ് ആൻസർ കീ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ചിലപ്പോൾ ഇതിൽ വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ആൻസർ കീ നമ്മൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ക്ലിയർ ആയിട്ട് പറയാം. ബട്ട് ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി യൂസ്ഫുൾ ഫോർ യു. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, so I hope this would be useful for you. So thank you so much.